വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി രൂപരേഖയ്ക്ക് അംഗീകാരം. പദ്ധതി നിർമ്മാണ ചുമതല ഊരാലുങ്കലിന് കിഫ്കോണിനാണ് മേൽനോട്ടം. ചെലവ് 750 കോടി. ചെലവിൽ കൽപ്പറ്റയും നെടുമ്പായിലും ടൗൺഷിപ്പ് നിർമ്മിക്കും. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പുനരധിവാസത്തിന് യോഗ്യരായവരുടെ പട്ടിക 25-നുള്ളിൽ പുറത്തിറക്കും. പുനരധിവസിപ്പിച്ചാലും പഴയ ദുരന്ത ഭൂമി ഉടമകൾക്ക് തന്നെയുള്ളതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ഈ പുനരധിവാസ പദ്ധതികൾ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ നിലവിലുള്ള ഭൂമിയിൽ ഇത്രത്തോളം പേരെ അവിടേക്ക് വീട് വെച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ഒരു വെല്ലുവിളിയാണെന്നും കൂടി മുഖ്യമന്ത്രി എടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, എല്ലാ കാലവും ഈ വയനാട് ദുരന്ത ബാധിതരെ സർക്കാരിന് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലേ? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ 2 തരത്തിലുള്ള പുനരധിവാസമാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് 2 ടൗൺഷിപ്പുകൾ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസം, അതാണ് സർക്കാർ ധാരണയിലായിട്ടുള്ളത്. ഇന്ന് രാവിലെ ചേർന്ന യോഗം, ആ യോഗത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ശേഷം മന്ത്രിസഭാ യോഗം ചേരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ആ നിർദ്ദേശങ്ങൾ അതേപടി അംഗീകരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. നെടുമ്പാല, കൽപ്പറ്റ മേഖലകളിൽ 2 ടൗൺഷിപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ചീഫ് സെക്രട്ടറിയാണ് ഈ 2 ടൗൺഷിപ്പുകൾ ഏത് തരത്തിലാണ് സർക്കാർ നിർമ്മിക്കാൻ പോകുന്നത്, ഏതൊക്കെ തരത്തിലുള്ള അമ്യൂണിറ്റീസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ള കാര്യം വിശദീകരിച്ചത്. നെടുമ്പാല ടൗൺഷിപ്പും അതേപോലെ തന്നെ കൽപ്പറ്റ ടൗൺഷിപ്പിലും പ്രത്യേകം രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടുത്തെ ഭൂപ്രകൃതി അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും സീസ്മിക് സോൺ 3 വിഭാഗത്തിൽപ്പെട്ട സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രത്യേക പരിഗണന നൽകിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും അവിടെ നടക്കുക. ഒപ്പം തന്നെ ഈ സ്പോൺസർഷിപ്പുകൾ നൽകുന്നവരുടെ എല്ലാ രീതിയിലുള്ള കരുതലും അവരുടെ നിർദ്ദേശങ്ങളടക്കം പാലിച്ചുകൊണ്ടുള്ള നിർമ്മാണമായിരിക്കും നടത്തുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഊരാളുങ്കൽ സൊസൈറ്റിക്കായിരിക്കും ഇതിന്റെ നിർമ്മാണ ചുമതല നൽകുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത്. കൂടാതെ തന്നെ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും സ്വീകരിക്കും. കേന്ദ്രത്തിൽ നിന്നുള്ള സഹായങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ CMDRF നിന്നുള്ള സഹായവും ഈ പുനരധിവാസ പ്രവർത്തനത്തിനായി വിനിയോഗിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന സാഹചര്യം, ഒപ്പം തന്നെ ഇത്തരത്തിൽ പുനരധിവാസം വൈകിപ്പിക്കുന്നു, സംസ്ഥാന സർക്കാർ കെടുകാര്യസ്ഥത തുടരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അടിയന്തരമായി യോഗം ചേരുകയും ആ യോഗ തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കാനായി സർക്കാർ ഒരുങ്ങുന്നത്. പക്ഷേ എന്ന് പദ്ധതി തുടങ്ങി എത്ര നാൾക്കുള്ളിൽ പുനരധിവാസം പൂർത്തീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. പക്ഷേ അടിയന്തരമായി തന്നെ ഈ ഒരു പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് പുനരധിവാസം പൂർത്തിയാക്കും എന്നുള്ളൊരു പ്രഖ്യാപനം മാത്രമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിന്റെ എല്ലാ രീതിയിലുള്ള മേൽനോട്ട ചുമതലയും മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സമിതി നിരീക്ഷിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകാൻ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഒരു ഉപദേശക സമിതിയും ഇതിന് പിന്നിൽ ഉണ്ടാകും എന്നുള്ളതും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കരുതൽ തുടരുമെന്നുള്ളത് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും ആ കരുതൽ എത്രത്തോളം വയനാടൻ ജനതയുടെ കൈകളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഒരു മേഖലയെ മുഴുവനായി അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവനായി പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി എത്രത്തോളം സംസ്ഥാന സർക്കാർ വിജയം കൈവരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഇഷ്ടക്കാരായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തന്നെയാണ് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. അതിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ പുനരധിവാസം വേഗത്തിലാക്കുക എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും സ്പോൺസർഷിപ്പ് നൽകുന്നവരുമായി തന്നെ രാവിലെ മുഖ്യമന്ത്രി ചർച്ച നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകദേശം 39ഓളം വരുന്ന സ്പോൺസർഷിപ്പ് പ്രഖ്യാപിച്ച ആളുകളുമായി ചർച്ചകൾ നടത്തി ഇവരുടെ സഹായം അടക്കം വാങ്ങിക്കൊണ്ടാണ് ഈ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. ദേവിക. ശാലിനി, അതോടൊപ്പം തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ പുറത്തേക്ക് വന്ന ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീട് വെച്ച് നൽകേണ്ടവർ എന്ന നിലയിലേക്ക് വന്ന ആ ഒരു ലിസ്റ്റിലുണ്ടായിരുന്ന പകുതിയിലധികം പേരും ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ അത്തരം ഒരുപാട് മരണപ്പെട്ടു പോയവരും ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നിങ്ങനെ ചില വിവാദങ്ങളുമെല്ലാം പരാതികളുമെല്ലാം ഉയർന്നു വന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പോൾ നിലവിൽ ദുരന്തബാധിതരായി കഴിയുന്നവർക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകും, അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നോ ശാലിനി?
നിലവിൽ പ്രത്യേകമായി പരിശോധന നടത്തി ആ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ മാത്രമുള്ള കുടുംബാംഗങ്ങൾ, ഒപ്പം തന്നെ ഒറ്റ അംഗമുള്ള കുടുംബങ്ങൾ, ഇവരെയൊക്കെ തന്നെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആ പുനരധിവാസ മേഖലയിൽ ആ ടൗൺഷിപ്പുകൾക്കുള്ളിൽ അംഗനവാടികൾ ഉൾപ്പെടെ ഉണ്ടാകും, സ്കൂളുകൾ ഉണ്ടാകും, ഒപ്പം തന്നെ ആശുപത്രി, വെറ്റിനറി ആശുപത്രികൾ അടക്കമുള്ളവർ ഉണ്ടാകും. അത് മാത്രമല്ല, നെടുമ്പാല മേഖലയിലേക്ക് ടൗൺഷിപ്പ് വ്യാപിപ്പിക്കുമ്പോൾ അവിടെ ടൗൺഷിപ്പിലേക്ക് എത്തുന്ന ആളുകൾക്ക് അവരുടെ ജീവിതമാർഗം കൂടി മെച്ചപ്പെടുത്താനുള്ള ജീവിത സാഹചര്യങ്ങൾ കൂടി ഒരുക്കി പ്രത്യേകിച്ച് കൃഷിയിടങ്ങൾ അടക്കം നൽകും എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. കൽപ്പറ്റയിൽ 5 സെന്റ്, അതായത് ഒരാൾക്ക് 5 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടുകൾ നിർമ്മിക്കാനുള്ള പുനരധിവാസ പദ്ധതിയാണ് പ്ലാൻ ചെയ്യുന്നത്. അതേസമയം തന്നെ നെടുമ്പാലയിൽ 10 സെന്റ് വസ്തു നൽകിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുക. ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് 10 സെന്റ് വസ്തുവിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട്, അത് ഉയർന്ന മേഖല ആയതുകൊണ്ട് തന്നെ അതിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള നിർമ്മാണങ്ങൾ ആ മേഖലയിൽ നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ജില്ലാ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിൽ ഇത്തരത്തിലുള്ള മാറ്റവും പദ്ധതി പ്രഖ്യാപനവും നടക്കുന്നത്. എന്തായാലും അടിയന്തരമായി തന്നെ പദ്ധതി പ്രഖ്യാപനം നടത്തിയതിനൊപ്പം തന്നെ പൂർത്തീകരണ നടപടികളും വേഗത്തിലാക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നത്.